ഉസ്താദ് പറയണ്ട്, നമ്മൾ ആരെ സ്വീകരിക്കണം? ഉസ്താദിനെ സ്വീകരിച്ച് നരകത്ത് പോണോ, അള്ളാഹിനെ സ്വീകരിച്ച് സ്വർഗത്ത് പോണോ? അത് തീരുമാനിക്കാം. അത് ഓരോരുത്തരും തീരുമാനിക്കണ്ട്. എന്റെ ഖബറിൽ നിങ്ങൾ വരില്ല, നിങ്ങളുടെ ഖബറിൽ ഞാനും വരില്ല. പക്ഷേ മരണാനന്തര ജീവിതത്തിൽ കുറ്റവാളികളെ മാറി നിൽക്കിൻ എന്നുള്ള പ്രഖ്യാപിക്കുമ്പോ അതിൽ നിങ്ങളും ഞാനും പെട്ടുപോകരുത്. അതിനെ ഈ പറയുന്നത്. അതുകൊണ്ട് മനസ്സ് തുറന്നു വെക്കുക, ചിന്തിക്കുക, ആലോചിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ഇപ്പം ഏർവാടി ചരിത്രം, അതുപോലെ CM മക്കാം ചരിത്രം, മമ്പറൻ ചരിത്രം എന്നൊക്കെ പറഞ്ഞ പുസ്തകമല്ലേ? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ വിശുദ്ധ ഖുർആനിൽ പൂർവ്വകാല പ്രവാചകന്മാരുടെയും ഔലിയാക്കളുടെയും കഥ ഇങ്ങനെ പറഞ്ഞിട്ട് ആ ഔലിയാക്കളുടെ ദർഗയിൽ പോയി അവിടുന്ന് തേടിയ ചരിത്രം പറയുന്ന ഒരു കഥ ഉണ്ടോ? എന്തിനാ ഏർവാടി ചരിത്രം എഴുതുന്നത്? ഏർവാടിയിലേക്ക് ആളുകൾ ചെല്ലാനാണ്. എന്തിനാ മമ്പറൻ ചരിത്രം പറയുന്നത്? മമ്പറത്തേക്ക് ചെല്ലാനാണ്. അങ്ങനെ ചെന്നിട്ട് ആർക്കാ മെച്ചോ? ചെന്നോന് നരകം. അവിടെ ചെന്നിട്ട് മെച്ചോ ഉസ്താദിന്. എന്താ മെച്ചോ? പൈസ. അധ്വാനിക്കണ്ട, നല്ലോണം പണം കിട്ടും, സമ്പാദ്യമാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആനിൽ ഉടനീളം 114 അധ്യായം അരിച്ചു പെറുക്കിയാൽ ഏറ്റവും രസം തരയോ? ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാൽ APK സുന്നിക്ക് ദേഷ്യം പിടിക്കും. കാരണം എന്തറിയോ? ഇത് വഹാബിയുടെ ഗ്രന്ഥാന്നേ തോന്നും. സമസ്തക്കാരന് ഒരാശയം അതിലില്ല. അതെന്നെ ഏറെ ആശ്ചര്യപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം. ഖുർആൻ പലതവണ വായിച്ചു നോക്കിയാൽ സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ്, അതായത് ഒരു സൂചിപ്പൊട്ട് പോയിന്റ് അള്ളാന്റെ ഗ്രന്ഥത്തിലില്ല. അതാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഉണ്ടാവുമോ? ഒരു മതവുമായിട്ട് ഒരു നിലക്കും ബന്ധമില്ലാത്തൊരു പ്രസ്ഥാനം, അത് സമസ്തയാണ്. അത് മനസ്സിലാക്കും. അത് വളരെ ഗൗരവമായി തന്നെ പഠിക്കണം. വിശുദ്ധ ഖുർആൻ ഒരു ആവർത്തി വേണ്ട, ഒരു വാശിയില്ല. നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഒരു അർത്ഥസഹിതം സുന്നി പരിഭാഷ വായിച്ചു, എന്നാ പോലും നിങ്ങൾ APK സുന്നിയാകാൻ കഴിയില്ല. സുന്നികളെ പ്രസിദ്ധീകരിച്ച പരിഭാഷ സത്യസന്ധരാണ് നിങ്ങളെങ്കിൽ, യുവാക്കളെ, എന്റെ പ്രസംഗം കേൾക്കുന്ന ആരെങ്കിലും ഈ പ്രസ്ഥാനത്തിനെതിരായി ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോടാ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഉസ്താദുമാർ എഴുതിയ പരിഭാഷ വായിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് സമസ്തയാകാൻ കഴിയില്ല. ഇങ്ങനെ പറയാൻ ലോകത്ത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് കഴിയോ? ഞങ്ങളത് വായിച്ച് മുജാഹിദാകാനല്ല, ഞങ്ങളത് വായിച്ച് മുജാഹിദാകാൻ. അതൊരു അത്ഭുതമാണ്, അതൊരു അത്ഭുതമാണ്. നിങ്ങളത് വായിച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ നടക്കുന്ന വിപ്ലവം എന്താ? കേരളത്തിൽ 50 കൊല്ലം മുജാഹിദായ ഒരാൾ സുന്നിയിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. പിന്നെയോ അവിടുന്ന് ഇങ്ങോട്ട് വന്നു നോക്കി എന്തെങ്കിലുമൊക്കെ മെച്ചുണ്ടാകുമോ? കിട്ടാതായപ്പോ അങ്ങോട്ട് പോയവരല്ലാതെ 50 കൊല്ലം മുജാഹിദായ, 40 കൊല്ലം മുജാഹിദായ, 30 കൊല്ലം മുജാഹിദായ ഒരുത്തനെ APK സുന്നിയിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. നേരെ മറിച്ച് 60 കൊല്ലം ജീവിച്ച ആയിരക്കണക്കിന് സുന്നികൾ, അല്ലെ, 40 കൊല്ലം ജീവിച്ച ആയിരക്കണക്കിന് യുവാക്കൾ ഉണ്ടായിട്ടില്ലേ? ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. എന്തേ? സത്യം എന്നും അങ്ങനെ, സത്യം എന്തോ അങ്ങനെയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുദൈബിയ സന്ധിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ? ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് വന്നാ ഇങ്ങോട്ട് നിങ്ങൾ മടക്കി അയക്കണ്ട, അവിടുന്ന് ആരിങ്ങോട്ട് വന്നാലും ഞങ്ങൾ അങ്ങോട്ട് മടക്കി അയക്കും. എന്താ റസൂലുള്ളാഹിക്ക് എത്ര ധൈര്യം? എന്താ റസൂലുള്ളാഹിക്ക് എത്ര ധൈര്യം? ആ ധൈര്യം എന്താണെന്നറിയോ? അത് ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കണ്ടേ. എന്താ? ഇവിടുന്ന് ഒരാൾ ശരിക്കും ഇസ്ലാമായ ഒരാൾ പിന്നെ അങ്ങോട്ട് പോവില്ല. മുജാഹിദായ പിന്നെ മുജാഹിദായിട്ട് മരിക്കല. നേരെ മറിച്ച് സുന്നിയായോ സുന്നിയായിട്ടല്ല മരിക്കല്. കേരളത്തിൽ ഗൾഫ് പോയ യുവാക്കളിൽ 100 ആള് പോയാൽ 80 ആള് മുജാഹിദായിട്ടാണ് മടങ്ങി പോരുന്നത്. എന്തേ അങ്ങനെ? അങ്ങനെയാ സത്യം. സത്യം അങ്ങനെയാ. സത്യം എന്നും അങ്ങനെയാ. ലോക ചരിത്രം അങ്ങനെയാ. പരിശോധിച്ചോ. സമസ്തയിൽ സത്യമല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഒരു നാട്ടിൽ 40 പള്ളിയൊക്കെ മുജാഹിദുകൾക്ക് 10 കൊല്ലത്തിനുള്ളിൽ ഒരു ജില്ലയിലൊക്കെ 10ഉം 60ഉം പള്ളികൾ വരികയാണ്. എങ്ങനെ വരുന്നു ഇത്? വെറുതെ ഉണ്ടാവുക? അവിടെ നിസ്കരിക്കുന്ന ജിന്ന സുന്നിയ? ജിന്നല്ലടോ, സുന്നി. ഇന്നലെ വരെ സുന്നിയായവൻ, മെനയാന്ന് വരെ സുന്നിയായവൻ. എന്താ കാരണം? സമസ്തക്കാരനായവൻ. എന്താ കാരണം? അവന് മനസ്സിലാവും. അത് ആയത്ത് ഉദ്ധരിച്ചവന് മനസ്സിലാകും, ഹദീസ് ഉദ്ധരിച്ചവന് മനസ്സിലാകും. മറുഭാഗത്ത് എന്താ ഉദ്ധരിക്കാനുള്ളത്? പാളക്കിതാബിലെ വാറോലകളല്ലാതെ, കഥകളല്ലാതെ, കെട്ടുകഥകളല്ലാതെ, സ്വപ്നങ്ങളല്ലാതെ എന്ത് തെളിവാണുള്ളത്? എന്ത് തെളിവാണുള്ളത്? അതുകൊണ്ട് നിങ്ങൾ അഗാധമായി ആലോചിക്കണം, വിഷയങ്ങളെ ക്രമപ്രവൃത്തമായി പഠിക്കണം. അറ്റ്ലീസ്റ്റ് ഇന്ന് മുതൽ റമദാനിലേക്ക് വരികയാണല്ലോ. അടുത്ത തിങ്കളാഴ്ച മുതൽ നമ്മൾ നോമ്പിൽ പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, ഖുർആൻ വായിക്കാൻ, ഈ റമദാനിലെങ്കിലും വായിക്കാൻ, പഠിക്കാൻ, മസ്ജിദ് തൗഹീദിൽ പോകാൻ, ആലത്തിയൂർ പള്ളിയിൽ ചെല്ലാൻ, മുജാഹിദുകളുടെ ഖുത്ബ കേൾക്കാൻ. നിങ്ങൾ നോക്ക്, ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു അനുഭവം എന്താ? ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്നു. എന്നോട് പറഞ്ഞത് അവിടുന്ന് കുറെ ആളുകൾ ഞങ്ങൾ നിങ്ങളെ പ്രസംഗം കേട്ട് മുജാഹിദായവരാണ്. എത്ര അനുഭവം മുജാഹിദുകൾക്ക്? ഏതെങ്കിലും പേരോടിന് ഞാൻ 30 കൊല്ലം മുജാഹിദ് പ്രസിഡന്റ് ആയിരുന്നു,
നിങ്ങളെ വയലില്ലായിരുന്നു എനിക്ക് ഹിദായത്ത് കിട്ടൂലായിരുന്നു എന്ന് പറഞ്ഞ ഒരു സംഭവം ഓർക്കാൻ ലൈഫിൽ ഇല്ല. കാന്തപുരത്തിന്റെ ഏതെങ്കിലും പ്രസംഗം കേട്ടിട്ടോ അമുസ്ലിം ഇസ്ലാമായിട്ടുണ്ടോ? ഇല്ല. ഇവിടുത്തെ ഏതെങ്കിലും ഒരുത്തം നന്നായിട്ടുണ്ടോ? വെള്ളിയാഴ്ച പള്ളിയിൽ പേരോടിന്റെ അറബി ഖുതുബ കേട്ടിട്ട് എന്തെങ്കിലും നന്നായിട്ടുണ്ടോ? മൂപ്പര് നന്നായിട്ടില്ല, പിന്നല്ലേ ബാക്കിയുള്ള എന്നാവണ്? എന്റെ പൊന്ന് കൗമേ, ഓർക്ക് മുജാഹിദ് പള്ളിയിൽ പോയ ഒന്നാവുന്നു. എന്തുകൊണ്ട്? ഓർക്കണം, 2 ഭൂലോക തെമ്മാടികളെ നിങ്ങൾ സെലക്ട് ചെയ്തോ. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ 2 ഭൂലോക കുരുത്തം കെട്ടവരെ നിങ്ങൾ സെലക്ട് ചെയ്യും. ഒരു ചെറുപ്പക്കാരനെ മുജാഹിദ് പള്ളി പറഞ്ഞേക്കുക, ഒരു ചെറുപ്പക്കാരനെ പേരോട് കുത്തുപടത്തുന്ന അറബി പള്ളിയിലും. 6 മാസം കഴിഞ്ഞ് 2 ആളെ ഒന്ന് പരിശോധിച്ചുകൊണ്ടു. മുജാഹിദ് പള്ളിയിൽ പോയ 10 മാറ്റ് നന്നായിട്ടുണ്ടാവും. പേരോടിന്റെ പള്ളിയിൽ പോയനോ കുരുത്തക്കട 60 ഉള്ളായിരുന്നു, ഇപ്പൊ 100 തേഞ്ഞ്. എന്തേ കാരണോ? പേരോടിന്റെ കുഴപ്പ അല്ല, പേരോട് ഉച്ചരിക്കുന്ന ഭാഷയിൽ എന്താ ഉൾക്കൊള്ളുന്നത് അറിയില്ലോന്, ഓനറിയില്ല. അതുകൊണ്ട് എന്താണ് 60 കൊല്ലം കുത്തു പറഞ്ഞാൽ ആ പള്ളി അങ്ങനെ തന്നെ. 60 കൊല്ലം മുമ്പ് കള്ളുടിച്ചോൻ ഇപ്പോഴും കുടിക്കുന്നുണ്ട്, പെണ്ണുടിച്ചോൻ ഇപ്പോഴും കുടിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. എന്തേ കാരണോ? ഓനൊന്നും മനസ്സിലാവണില്ല. പിന്നെന്തൊരു കഥയായത്? ഖുത്ബ മനസ്സിലാണ്ട, അങ്ങനെ ഒരു ഒച്ചയായാ മതി എന്നാണ്. അവിടെയാണ് നിങ്ങൾക്കിതാ ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ആശയം. അത് കേട്ടോ, നോക്കൂ, ഒരു പ്രവാചകനെയും അല്ലാഹു അയച്ചിട്ടില്ല, ഒരു പ്രവാചകനെയും. ആ പ്രവാചകൻ ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നവനായിട്ടല്ലാതെ, ആ ജനതയുടെ ഭാഷ ഏതോ ആ ഭാഷയിലാ സംസാരിക്കുക. അത് വളരെ വ്യക്തമാണ്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. റസൂലുള്ളാഹി അറബിയിൽ സംസാരിച്ച എന്തുകൊണ്ടാണ്? അല്ലാഹ് പറയാണ് റസൂലുള്ളാഹിന്റെ അനുയായി അറബികളായിട്ടാണ്. ഇനി കേരളത്തിൽ ഒരു നബി വന്നാലോ അദ്ദേഹം മലയാളത്തിലാ സംസാരിക്കുക. അല്ലാഹ് പറയാൻ ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം 4-ാമത്തെ വചനം. ഓർക്കണം, ഓർക്കണം, ജനങ്ങൾ നന്നാകണം. യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. നബിയുടെ ഖുതുബ ഇതായിരുന്നു. യഖ്റഉൽ ഖുർആന, റസൂലുള്ളാഹി ഖുർആൻ ഓതും. വയുദക്കിറുൻ നാസ്, ജനങ്ങളെ അദ്ദേഹം ഉത്ബുദ്ധരാക്കും. ഖുതുബയിലൂടെ 500 ഖുതുബയിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മത്ത് ഖൈറു ഉമ്മത്തായി. ഇതാ പോയിന്റ്. ഞങ്ങൾ പറയുന്നതാ. എന്തിനാ ഈ വാശി? മുജാഹിദുകളെ ചീത്ത പറയൽ മാത്രം മലയാളത്തിൽ. പാവപ്പെട്ട സുന്നികളെ നന്നാകാനോ അത് മലയാളത്തിലും പറയില്ല. പിന്നെ ആളുകൾ ഇപ്പൊ പറയുന്നറിയോ, ഇവര് മലയാളത്തിലൂടെ ഖുതുബ പിന്നെ കൗമെന്താവുന്ന. ഞങ്ങൾ പറയുന്നത് മുജാഹിദ് പള്ളിയിൽ വരൂ, ഖുതുബ കേൾക്കൂ, മനസ്സിലാക്കൂ, ഈ കാര്യങ്ങൾ പഠിക്കൂ. എന്താണത് വ്യക്തമായി, അതിന്റെ രേഖകൾ എന്താണ് പഠിക്കൂ. സ്വഹാബത്ത് എങ്ങനെയാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അത് മനസ്സിലാക്കൂ എന്ന് ഞങ്ങൾ പറയുന്നത്. അത് പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അല്ലാഹ് നൽകിയ ആയുസ്സും സന്ദർഭവും ഉപയോഗിക്കണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. വേറെ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. നിങ്ങളുടെ ബുദ്ധി നിങ്ങൾ ശരിക്ക് പ്രവർത്തിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ ഈ കാര്യം പഠിക്കാൻ സന്നദ്ധരാവുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ സന്നദ്ധരാവുക, കൂടുതൽ കേൾക്കാൻ സന്നദ്ധരാവുക, പ്രമാണങ്ങളെ മാറ്റുരച്ചു നോക്കുക എന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഏതേത് കാര്യവും, ഏത് വിഷയവും, സലാത്തായാലും ദിക്റായാലും എന്തെന്ത് കാര്യമായാലും അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെയാവട്ടെ എന്നാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. നമ്മുടെ മതത്തിൽ ഇല്ലാത്ത കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത കാര്യം, അത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇതാണ് റസൂലുള്ളാഹി പഠിപ്പിക്കാത്തത്. ഇവിടെ റസൂലിനെ തള്ളിക്കളയാനല്ല പറയുന്നത്. ഇത് ഓർക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചേടത്ത് അണുകിട വ്യതിചലിക്കാതെ, ഒരു സൂചിപ്പൊട്ട് കൂട്ടാതെ, ഒരു സൂചിപ്പൊട്ട് കുറയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കണം. മുജാഹിദുകൾ പറയുന്നത് പുതിയൊരു ആദർശം കൊണ്ടുവരണമെന്നല്ല, ഏറ്റവും പഴയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കുക. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളോട് ഉപേക്ഷിക്കാൻ പറഞ്ഞത് ഉപേക്ഷിക്കുക. വ്യക്തമാണ് കാര്യങ്ങൾ, അല്ലേ? വ്യക്തമാണ് കാര്യം. വിശുദ്ധ ഖുർആൻ 59-ാം അധ്യായം 7-ാമത്തെ വചനമാണ്. അപ്പൊ പരിശോധിക്കേണ്ടത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോന്നാ? സ്വഹാബത്ത് നബിയിൽ നിന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഗൈറ സബീലിൽ മുഖ്മിനീനാണോ? സ്വഹാബത്തിന്റേതല്ലാത്ത വഴിയാണോ എന്നാണ് പഠിക്കേണ്ടത്. സ്വഹാബികളുടെ വഴിയാണോ? സഹാബികളുടെ വഴിയല്ലേ? ഈ വിഷയമാണ് ഗൗരവമായി നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇനിയോ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് പറഞ്ഞുതരാം. മുജാഹിദുകളെ
ബിദീകൾ എന്ന് സുന്നികളടക്ക് വിളിക്കാറുണ്ടെങ്കിലും മുജാഹിദുകളെ ചെയ്യുന്ന ഒരു ബിദ്അത്തിന് സാമ്പിൾ പറയാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്? അത് വലിയൊരു പോയിന്റാ പറയുന്നത്. മുജാഹിദുകളെ സുന്നികൾ ചെയ്യുന്ന ബിദ്അത്ത് ഒരുപാട് എണ്ണി പറയാറുണ്ട്. മുജാഹിദുകൾ ചെയ്യുന്ന ഒരു ബിദ്അത്ത് ഇന്ന് വരെ പേരോട് എണ്ണി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറയും. പിന്നെ സുന്നികൾ സാധാരണ ചെയ്യാറില്ല എന്താ? സുബൈക്ക് കുനൂത്ത് സുന്നത്താണ്, മുജാഹിദുകൾ അത് ചെയ്യുന്നില്ല. പോയിന്റ് വെക്കണേ. നമസ്കാരാനന്തരമുള്ള കൂട്ടുപ്രാർത്ഥന സുന്നത്താണ്, മുജാഹിദുകൾ അത് ചെയ്യുന്നില്ല. മുജാഹിദുകൾ ഒരു ബിദ്അത്ത് കൊണ്ടുവന്നു പറയട്ടെ, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. AP സുന്നികൾ ചിന്തിക്കേണ്ട പോയിന്റാ പറഞ്ഞേ. ഏത് മുജാഹിദുകളെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്ത് ജനങ്ങളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം. മുജാഹിദുകൾ ഒരു സുന്നത്ത് എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാ സുന്നത്തും എല്ലാവർക്കും എടുക്കാൻ കഴിയുമോ? പക്ഷേ ബിദ്അത്ത് കൊണ്ടുവരരുത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അതിൽ മുജാഹിദുകൾ 100ക്ക് 100 എന്നവർ അംഗീകരിച്ചു. ഇനി നമ്മുടെ വിഷയം ഒരു പറഞ്ഞ രണ്ട് കാര്യവും സുന്നത്താണോ ബിദ്അത്താണോ എന്നുള്ള. അത് ബിദ്അത്തായതുകൊണ്ട് നമ്മൾ ഉപേക്ഷിക്കുന്നത് അല്ലേ? സുന്നത്ത് നമ്മൾ എടുക്കണില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലെ സ്വലാത്ത് നബി പറഞ്ഞിടത്തൊക്കെ നമ്മൾ ചെല്ലുന്നില്ലേ? ഉണ്ട്. എന്നാൽ നബി ചെല്ലാൻ പഠിപ്പിക്കാത്തടത്ത് നമ്മൾ ചെല്ലുന്നുണ്ടോ? ഇല്ല, ഇല്ല. അപ്പൊ പിരിവെടുത്തുന്നിടത്ത് അതിനു വേണ്ടി ഒരു സ്വലാത്ത് അങ്ങനെ ചെല്ലുന്നവരുണ്ട്. അബ്ദുൾ റഷീദ് പത്തപ്പിരിയം ഈ ചെങ്ങായി പന്ന്യങ്കര എന്ന് പറയുന്ന കോഴിക്കോട് ഒരു മുഖാമുഖം നടത്തി. അതിന്റെ ഏറ്റവും ഒടുവിൽ പറയാണ്, ഞങ്ങള് സുന്നി പണ്ഡിതന്മാരാ, ഞങ്ങൾക്ക് തോനെ കായ് വേണം, ഒരുപാട് പൈസ വേണം, ഞാൻ കാറ് വിളിച്ചാ വന്ന്, അതുകൊണ്ട് നിങ്ങളെ കീശയിലുള്ള പൈസ ഒക്കെ അങ്ങോട്ട് അടുക്കി 10 സലാത്തിൽ ഈ കോളി എന്ന് പറഞ്ഞ മൈക്ക് ഇങ്ങനെ പിടിച്ചിട്ട് സല്ലല്ലാഹു അലൈഹി. അപ്പൊ പൈസ ആളുകൾക്ക് കാര്യം മനസ്സിലായി, ഈ സലാത്ത് പൈസ മിടുങ്ങാനുള്ളതാണ്. ഞങ്ങൾ പറഞ്ഞു അത് പാടില്ല. അപ്പൊ എന്ത് പറഞ്ഞു? സലാത്ത് എന്നെ പാടില്ല എന്ന് മുജാഹിദുകൾ പറഞ്ഞു. സലാത്ത് ചൊല്ലി ആരാന്റെ പോക്കറ്റ് അടിക്കുന്ന കള്ളത്തരം വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞു. മനസ്സിലായില്ലേ? സലാത്ത് ചെല്ലപ്പോ രാവിലെ 10 സലാത്ത്, വൈകുന്നേരം 10 സലാത്ത്, മയ്യത്ത് നിസ്കാരത്തിന് സലാത്ത്, ബാങ്കിന്റെ ശേഷം സലാത്ത്, അങ്ങനെ എന്തൊക്കെയുണ്ട് നമസ്കാരത്തിലില്ലേ? ഇതെല്ലാം മുജാഹിദുകളെ ചെല്ലുന്നില്ലേ? ഇബ്രാഹിമിയ സ്വലാത്ത്, കമാലിയ സ്വലാത്ത് ചെല്ലാറില്ല. കാരണം റസൂലുള്ളാഹി ചെല്ലിയിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഫീലിഹി വഖൗലിഹി വതക്രീരിഹി അതിലില്ല. നാരിയാത്തുസ് സലാത്ത് റസൂലുള്ളാഹി ചെല്ലിയിട്ടില്ല, സ്വഹാബത്ത് ചെല്ലിയിട്ടില്ല. സഹിയായ പരമ്പരയോടെ തെളിയിക്കാൻ കഴിയില്ല. തെളിയിക്കാൻ കഴിയാത്ത ഞങ്ങൾ ഉപേക്ഷിച്ചു, പരലോകത്തിന് വേണ്ടി ഉപേക്ഷിച്ചു. കാരണം യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅതിഉർ റസൂല വലാ തുബ്തിലു അഅമാലക്കും. അല്ലാഹുവിനെ റസൂലിനെ അനുസരിക്കണം. വലാ തുബ്തിലു അഅമാലക്കും, നിങ്ങൾ അമലി ബാത്തിലാക്കി കളയരുത്. 40-ാം അധ്യായം 33-ാമത്തെ വചനം. സുന്നത്തിലില്ലാത്ത ഒരു അമല് ചെയ്യരുത് എന്നല്ല പറഞ്ഞു, ഖുർആൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാറില്ല. ഞങ്ങൾ പരിശോധിക്കും, ഇത് ഹദീസിലുണ്ടോ, സൂക്ഷ്മമാണോ, സഹീഹാണോ, അല്ല പിൽക്കാലത്ത് കെട്ടി ഉണ്ടാക്കിയതാണോ, ഈ എണ്ണം ഹദീസിലുള്ളതാണോ, ഈ എണ്ണം റസൂലുള്ളാഹി ചെയ്തതാണോ? എന്തുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്നു? മുജാഹിദുകൾക്ക് ദിക്റിനോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ? അല്ല, ഒരു ദിക്ർ അള്ളാഹുവിന്റെ റസൂലിന് പോലും ഉണ്ടാക്കാൻ അവകാശമില്ല. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദിന്റെ കാലഘട്ടത്തിൽ പോലും സ്വഹാബത്ത് ദിക്ർ ഉണ്ടാക്കിയപ്പോൾ അവർ എതിർത്തു, തസ്ബീഹ് മാല ഉണ്ടാക്കിയപ്പോൾ അവർ എതിർത്തു. അതൊക്കെ ഹദീസുകളിൽ രേഖപ്പെടുത്തപ്പെട്ട് ഞങ്ങൾ കണ്ടു. ആ കണ്ട തെളിവുകൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇനി മാറ്റുരച്ചു നോക്കാൻ നിങ്ങളാണ് സന്നദ്ധരാവേണ്ടത്. ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? കൂക്കാതെ ബഹളമുണ്ടാക്കാതെ സ്റ്റേജ് കയ്യേറാതെ മാന്യമായി പരിശോധിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്തിന് ബഹളം വെക്കണം, എന്തിന് കൂക്ക് വിളിക്കണം, എന്തിന് കല്ലെറിയണം, എന്തിന് സ്റ്റേജ് കയ്യേറണം? ആദർശമില്ലാത്തത് കൊണ്ടാണ്. ആദർശമുള്ളവർ പതറുകയില്ല. ആദർശമുള്ളത് കൊണ്ട് മുജാഹിദുകൾ അത് ചെയ്യാറില്ല. ഈ പറഞ്ഞ വിക്രിയകളൊന്നും ചെയ്യാറില്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ ഒരു ആദർശമുണ്ട്. ആരൊക്കെ പ്രസംഗിച്ചാലും ഒലിച്ചു പോകുന്ന അറബിക്കടലിൽ പോയി വീഴുന്ന ഒരാദർശമല്ല ഞങ്ങളുടെ കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആര് പ്രസംഗിച്ചാലും പേടിയില്ല. ഏത് പണ്ഡിതൻ വന്നാലും ഞങ്ങൾക്ക് പേടിയില്ല. ഏത് ഹോജ വന്നാലും ഞങ്ങൾക്ക് പേടിയില്ല. നേരെ മറിച്ച് മുജാഹിദിലെ ഒരു +2 വിദ്യാർത്ഥി പ്രസംഗിച്ചാൽ എല്ലാ മുസ്ലിയാക്കന്മാർക്കും വയറ്റും നോവുക. എന്തൊരു കഥയാ ഇത്! എന്തിനാ ബേജാറാവണത്? നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ആദർശമുണ്ടോ? ഊതിക്കെടുത്താൻ പറ്റാത്ത ഒരു ആദർശമുണ്ടോ? അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ കഴിയില്ലെന്നല്ലേ അള്ളാഹ് പറഞ്ഞത്? പിന്നെന്തിനാ ബേജാറ്, എന്തിനാ വെപ്രാളം? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അതുണ്ടായിട്ടില്ല. ഒരു ബേജാറ്, ഒരു വെപ്രാളം, ഒരു ആശങ്ക, ഒരു സ്റ്റേജ് കയറൽ, ഇപ്പൊ പൊളിഞ്ഞു പോവുമല്ലോ എന്നൊരു വിചാരം ഞങ്ങൾക്കില്ല. മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്തോറും ഞങ്ങൾക്ക് അഭിവൃദ്ധിയാണ്, പുരോഗതിയാണ്. ഓരോ മുസ്ലിയാരുടെ ഒരു പ്രസംഗം കഴിയുമ്പോ 4-5 സുന്നികൾ മുജാഹിദാകുന്നു.
ഇതൊരു അത്ഭുതമാണ്. ഈ അത്ഭുതമാണ് കേരളത്തിന്റെ പ്രത്യേകത. ഈ അത്ഭുതമാണ് സലഫി പ്രസ്ഥാനം ജനങ്ങളോട് ആവശ്യപ്പെടുന്നത്. ആർക്കും നിങ്ങളുടെ ബുദ്ധി പണയപ്പെടുത്തരുത്. അഗാധമായി നിങ്ങൾ ചിന്തിക്കൂ, പഠിക്കൂ, തെളിവുകൾ നോക്കൂ. എന്നിട്ട് ഗഹനമായ ഒരു പഠനത്തിന് നിങ്ങൾ തയ്യാറാവും. നിങ്ങളുടെ മുമ്പിൽ അല്ലാഹുവിന്റെ ഗ്രന്ഥമുണ്ട്. നിങ്ങളുടെ മുമ്പിൽ വിരൽത്തുമ്പിൽ പ്രവാചകന്റെ വചനങ്ങൾ ക്രോഡീകരിച്ച ഗ്രന്ഥശരങ്ങളുണ്ട്. മക്തബത്തു ഷാമിലുണ്ട്. നിങ്ങൾ കമ്പ്യൂട്ടറിൽ കയറി, അതുപോലെ സൈറ്റുകളിൽ കയറി റിസർച്ച് നടത്താൻ മാത്രം എല്ലാ വിജ്ഞാനങ്ങളെയും ഒരു ബട്ടണിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് വിജ്ഞാന ലോകം. അതുകൊണ്ട് നിങ്ങൾ പഠിക്കൂ എന്ന് എല്ലാവരോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അവിടെ ചെന്നിട്ട് കൈകടിക്കരുത്. മരണാനന്തര ജീവിതത്തിൽ കൈകടിക്കരുത്. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ, നരകത്തിൽ മുഖം കുത്തി വീഴുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. 33-ാം അധ്യായം 66, 67, 68 വചനങ്ങളിൽ ഞങ്ങൾ ഇന്ന് ഉസ്താദുമാരെയും സാദാത്യങ്ങളെയും ഒക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങിയതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറയുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകരുത്. ഇതാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. സഹോദരങ്ങളെ, അജയ്യമായ ഒരാശയം നിങ്ങളുടെ മുമ്പിൽ ഹ്രസ്വമെങ്കിലും പ്രമാണബദ്ധമായി ഞാൻ അവതരിപ്പിച്ചു. ചിന്തിക്കാവുന്നവർക്ക് ചിന്തിക്കുവാൻ, കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ, ഗൗരവമായ ഒരു പഠനത്തിന്റെ വാതിൽ തുറക്കാൻ ഇത് ഉപകരിച്ചുവെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. അല്ലാഹുവേ, ഈ സത്യദീൻ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ സദാ വ്യാപൃതരാകാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ ഓരോ മെമ്പർമാർക്കും നീ കഴിവും തന്റെ ഇടവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ നാട്ടിൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഈ പ്രസംഗം അകലെ നിന്നും വീടുകളിൽ നിന്നും ഒക്കെ കേൾക്കുന്ന ഉമ്മമാരോട്, കുടുംബക്കാരോട്, സഹോദരങ്ങളോട് നിങ്ങളെ മത്സര ഓർത്തിട്ടാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിച്ചത്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുകയും അവനോട് വിഷമങ്ങൾ പറയുകയും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ക്ഷമിക്കുകയും അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാർഗങ്ങൾ സ്വീകരിക്കുകയും അവൻ പഠിപ്പിച്ചതുപോലെ ജീവിച്ചു മരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. ആ മാർഗം അവലംബിക്കണം എന്ന് ചെറിയ തോതിൽ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നന്മകളും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ചു മനസ്സിലാക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹിയാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഗ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.